ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ഒടുവിൽ തുടർച്ചയായ 5 പരാജയങ്ങൾക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയവഴിയിലേക്ക് കൈപിടിച്ച് നടത്താൻ MS ധോണിക്കായി. ലക്നൌവിലെ ഏകന സ്റ്റേഡിയത്തിൽ ക്യാപ്റ്റനായും കീപ്പറായും ഫിനിഷറായും ധോണി തിളങ്ങിയ മത്സരത്തിൽ 5 വിക്കറ്റുകൾക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചത്. ലക്നൌ സൂപ്പർ ജയൻസ് ഉയർത്തിയ 167 എന്ന വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ CSK മറികടന്നു. നമുക്കിനി മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ടോസ് നേടിയ CSK നായകൻ MS ധോണി ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നലെ ഏകന സ്റ്റേഡിയത്തിലെ ആ ഒരു ടോസ് എന്ന് പറയുന്നത് ക്രൂഷ്യലായിരുന്നു. കാരണം മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ബാറ്റിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അത് മാത്രമല്ല, സെക്കൻഡ് ഇന്നിംഗ്സ് ആയപ്പോഴേക്ക് ഒന്ന് ബാറ്റിംഗ് കുറച്ചുകൂടി ഈസി ആയി. അത് മാത്രമല്ല, ഡ്യൂവിന്റെ പ്രസൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും CSKക്ക് അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടോസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പല വീഡിയോസിലും, അതിപ്പോൾ മാച്ച് പ്രിവ്യൂ വീഡിയോ ആയാലും മാച്ച് റിവ്യൂ വീഡിയോ ആയാലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ, അതായത് ആ സ്ട്രോക്ക് മേക്കിങ്ങിന് അത്ര ഈസി ആയിട്ടുള്ള പിച്ച് അല്ല എങ്കിൽ പവർ പ്ലേ എപ്പോഴും നിർണായകമായിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലത്തെ പോലെ ഏകന സ്റ്റേഡിയത്തിൽ ഇന്നലെ ബാറ്റിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്ട്രോക്ക് മേക്കിങ്ങിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, അതായത് താരതമ്യേന എളുപ്പം എന്ന് പറയുന്നത് പന്ത് ഹാർഡ് ആൻഡ് ന്യൂ ആയിരിക്കുമ്പോഴാണ്. ആ സമയത്താണ് കുറച്ചുകൂടി നമുക്ക് അങ്ങനത്തെ ഉള്ള ഒരു 2 പേസ് പിച്ചിൽ, വേരിയബിൾ ബൗൺസ് ഉള്ള 2 പേസ് ആയിട്ടുള്ള പിച്ചിൽ നമുക്ക് നമ്മുടെ സ്ട്രോക്കിനെ ട്രസ്റ്റ് ചെയ്യാനാവുക. അപ്പോൾ ആ സമയത്ത് മാക്സിമം റൺ എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള കാര്യങ്ങൾ എളുപ്പമാവും. അതിപ്പോൾ ചെപ്പോക്കിൽ ചില സമയം കളി നടക്കുമ്പോഴായാലും നമ്മൾ പറയുന്ന കാര്യമാണ്. കാരണം ആ സമയമായിരിക്കും സ്ട്രോക്ക് മേക്കിങ്ങിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. CSKക്ക് ഈ സീസണിൽ പല മത്സരങ്ങളിലും സംഭവിച്ച പ്രശ്നവും ഇവിടെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബൗളിംഗ് വരുമ്പോൾ പവർ പ്ലേയിൽ ഖലീൽ അഹമ്മദ് ഒരു സൈഡിൽ നന്നായിട്ട് എറിയും, പക്ഷെ അടുത്ത സൈഡിൽ നിന്ന് നന്നായിട്ട് റൺ പോകും. ഇനി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ 6 ഓവറിൽ അറ്റ്ലീസ്റ്റ് ഒരു 9.5 റൺ റേറ്റിലെങ്കിലും, അതൊരു 50-55 റൺസെങ്കിലും എടുക്കാൻ ഇവർക്ക് പ്രോപ്പറായിട്ട് കഴിയാതെ പോകും. അത് മാത്രമല്ല, ആ സമയം വിക്കറ്റുകളും ഇവരുടെ കയ്യിൽ നിന്ന് കുറേ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോളിങ്ങിലായാലും ബാറ്റിംഗിലായാലും ആ പവർ പ്ലേ ഫേസിൽ ഇതേവരെ മുന്നിട്ട് നിൽക്കാൻ, ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ ഒഴികെ, അതായത് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഒഴികെ 2 പവർ പ്ലേ ഫേസസും എല്ലാം മുന്നിട്ട് നിൽക്കാൻ CSKക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ അവിടെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായത്. ഇന്നലത്തെ മത്സരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പവർ പ്ലേ ഫേസ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് നേടിയത്. ഇപ്പോൾ നമ്മൾ ബോളിങ്ങിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ LSGക്ക് വെറും 42 റൺസ് മാത്രമാണ് ഇവർ വിട്ടുകൊടുത്തത്. മാത്രമല്ല 2 വിക്കറ്റുകളും വീഴ്ത്തി. ആ വിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ 2 ഇൻഫോം ബാറ്റേഴ്സിനെയാണ്. ഒന്ന് എയ്ഡൻ മാർക്കറും 2 നിക്കോളാസ് പുറാൻ. അപ്പോൾ നിക്കോളാസ് പുറാന്റെ വിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സീസണിലെ ബെസ്റ്റ് ബാറ്ററാണ് നിക്കോളാസ് പുറാൻ. അപ്പോൾ ആ ഒരു വിക്കറ്റും അതുപോലെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ 50 അടിച്ച എയ്ഡൻ മാർക്കറത്തിന്റെ വിക്കറ്റുമാണ് ആ പവർ പ്ലേയിൽ വീഴ്ത്തിയത്. അപ്പോൾ LSGയുടെ ഫോമിലുള്ള 3 ബാറ്റേഴ്സിൽ 2 ബാറ്റേഴ്സിന്റെ വിക്കറ്റും ആ പവർ പ്ലേയിൽ അവർ വീഴ്ത്തുകയും ചെയ്തു. അത് മാത്രമല്ല, 36 പന്തുകളിൽ നിന്ന് വെറും 42 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഇപ്പോൾ ഖലീൽ അഹമ്മദ് ആയാലും അൻഷുൽ കമ്പോജ് ആയാലും മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. പിന്നെ നമ്മൾ CSKയുടെ വേറൊരു പ്രശ്നം കൂടി നമ്മൾ പലവട്ടം ചൂണ്ടിക്കാണിച്ചിരുന്നു, അവരുടെ ഫീൽഡിങ്. അതായത് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ടീം CSK ആണ്. പക്ഷെ ഇന്നലത്തെ കളിയിലേക്ക് നോക്കൂ, എയ്ഡൻ മാർക്കത്തിന്റെ ആ ഒരു വിക്കറ്റ്, അതായത് ഖലീൽ അഹമ്മദിന്റെ പന്തിൽ നമ്മുടെ എയ്ഡൻ മാർക്കം എഡ്ജ് ചെയ്യുകയും അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്യാച്ച് ആയിരുന്നു. പക്ഷെ ത്രിപതി ബാക്കിലോട്ട് അത്രയും ഓടി ആ ക്യാച്ച് പ്രോപ്പറായിട്ട് റൺ ചെയ്തെടുത്തു. അത് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ക്യാച്ച് തുടക്കം തന്നെ എടുക്കുമ്പോൾ ടീമിന്റെ സ്പിരിറ്റ് സ്വാഭാവികമായിട്ട് ഉയരും. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 പ്രശ്നങ്ങൾ അവിടെ ഇന്നലെ CSK സോൾവ് ചെയ്തു. ഒന്ന് ഫീൽഡിങ്ങിന്റെ കാര്യം, 2 പറയുന്നത് നമ്മുടെ പവർ പ്ലേയിൽ, ബോളിങ്ങിലായാലും ബാറ്റിംഗിലായാലും ഇന്നലെ അവർ LSGയേക്കാൾ മികച്ചു നിന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വന്നതുകൊണ്ടാണ് മിഡിൽ ഫേസിൽ പിന്നോട്ട് പോയിട്ടും, അതായത് CSK ഇന്നലെ ജയിച്ചെങ്കിലും CSKയുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടില്ല. കാരണം നമ്മൾ ആ മിഡിൽ ഫേസിൽ CSK വിയർക്കുന്നത് കണ്ടതാണ്. അവസാനം ധോണിയുടെ ഫിനിഷിംഗ് വന്നപ്പോഴാണ് മത്സരം ഇവർ ജയിച്ചത്. അപ്പോൾ ആ തുടക്കത്തിലെ ആ ഒരു ഇമ്പാക്റ്റ്, അവിടെ അവരുണ്ടാക്കിയ ഒരു ഡിഫറൻസ് ആണ് ഇവരെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കത്തിന്റെ വിക്കറ്റ് ത്രിപാഠിക്ക് കിട്ടി. അതുപോലെ നിക്കോളാസ് പുറാന്റെ വിക്കറ്റ് അത് നമ്മൾ അൻഷുൽ കമ്പോജിനെ അഭിനന്ദിക്കണം. കാരണം അത് നമ്മുടെ നേക്കഡ് ഐ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് ക്ലിപ്പിംഗ് ദ ലെഗ് സ്റ്റംപ് ആണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ നമ്മുടെ അൻഷുൽ കമ്പോജ് ആണ് ധോണിയെ കൊണ്ട് റിവ്യൂ എടുപ്പിച്ചത്. കാരണം കമ്പോജ് അതിൽ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വിക്കറ്റ് നിക്കോളാസ് പുറാനെ വെറും 8 റൺസിന് പുറത്താക്കി. അതുപോലെ എയ്ഡൻ മാർക്കറിനെ 6 റൺസിന്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പവർ പ്ലേ ഇവർക്ക് അനുകൂലമായി. പിന്നീട് വന്നത് ഋഷഭ് പന്താണ്. നമുക്കറിയാം, ഋഷഭ് പന്ത് മോശം ഫോം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു താരമാണ്. ഇന്നലെയും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ നൂർ അഹമ്മദ് വന്നിട്ട് നൂർ അഹമ്മദിനെ പ്രോപ്പറായിട്ട് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നൂർ അഹമ്മദ് ഒന്ന് ഡോട്ട് ബോളിന്റെ പുറകെ ഡോട്ട് ബോളാണ് ഋഷഭ് പന്തിനെതിരെ എറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ സ്കോർ നോക്കുമ്പോൾ ശരിയാണ്, ഋഷഭ് പന്ത് ഒരു 50 അടിച്ചെങ്കിലും അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസാന നിമിഷത്തെ ഒരു ബ്ലിറ്റ്സ് കൊണ്ടാണ്. അവസാന ഓവറുകളിൽ കുറച്ച് നല്ല ഷോട്ട്സ് കളിച്ചതുകൊണ്ട് മാത്രമാണ് ഋഷഭ് പന്തിന്റെ നമുക്ക് ഭേദപ്പെട്ട ഒരു സ്കോർ എന്ന് പറയാനാവുന്നത്. അത്യാവശ്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നൂർ അഹമ്മദ് 4 ഓവറിൽ 13 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അത് ഇതുപോലൊരു മത്സരത്തിൽ ഇക്കോണമി റേറ്റ് നോക്കി 3.25. അതിനൊരു പ്രധാന കാരണം ഋഷഭ് പന്തിനെതിരെ മികച്ച രീതിയിൽ നമ്മുടെ നൂർ അഹമ്മദ് പന്തെറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ബാറ്റിംഗിൽ നമ്മുടെ ഋഷഭ് പന്താണ് ടോപ്പ് സ്കോർ എന്ന് പറയാമെങ്കിലും സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അവസാന നിമിഷം പേസേഴ്സിനെ നന്നായിട്ട് കണക്ട് ചെയ്തു. പേസേഴ്സിനെ കുറച്ച് സിക്സറുകൾ അടിക്കാൻ, ഒരു 4 6 അടിക്കാനൊക്കെ നമ്മുടെ ഋഷഭ് പന്തിനായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു റെസ്പെക്റ്റബിൾ ടോട്ടൽ എത്തിയെങ്കിലും ഋഷഭ് പന്തിന്റെ ആ ഒരു ഫുൾ ഫ്ലോയിലുള്ള ഇന്നിങ്സ് ആയിരുന്നില്ല അത്.
ആ ഒരു മിഡിൽ ഫേസിൽ നന്നായിട്ട് നൂർ അഹമ്മദ് ഋഷഭ് പന്തിനെതിരെ ബോൾ ചെയ്യുകയും ചെയ്തു. പിന്നീട് ആയുഷ് ബദോനി 17 ബോളിൽ 22 റൺസ്. ആയുഷ് ബദോനിക്ക് കുറച്ച് ലക്കും ആയുഷ് ബദോനിയെ ഫേവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അബ്ദുൾ സമദ് റൺഔട്ടായി 11 പന്തിൽ 20 റൺസ്. അവസാനം ആ ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കാനായി. പിന്നീട് ഷർദുൽ താക്കൂർ 4 പന്തിൽ 6 റൺസ്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെത്. പിന്നെ മിച്ചൽ മാർഷും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് ആണ്, 25 പന്തിൽ 30. കാരണം തുടക്കം പവർ പ്ലേയിൽ കുറച്ച് ടഫായിരുന്നു, മികച്ച ബോളിംഗ് ആയിരുന്നു, കണ്ടീഷൻസ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ പുള്ളി ഒരുവിധം പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷെ എന്നാൽ ജഡേജയുടെ മികച്ചൊരു പന്തിൽ ജഡേജ ബൗൾഡ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഒരു ബാറ്റിംഗ് കാർഡ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഋഷഭ് പന്ത് തന്നെയാണ് ടോപ്പ് സ്കോറർ. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് 4 ഓവറിൽ 38 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. അൻഷുൽ കമ്പോജ് 3 ഓവറിൽ 20 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. ജെയ്മി ഓവർട്ടൺ വിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ജഡേജ നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു, 3 ഓവറിൽ 24 കൊടുത്ത് 2 വിക്കറ്റ്. പിന്നെ പതിരാന കുറച്ച് എക്സ്പെൻസീവ് ആയി, 45 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. കാരണം അവസാനം സമദും നമ്മുടെ പന്തും അറ്റാക്ക് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും 45 റൺസ് കൊടുത്തു, അല്പം എക്സ്പെൻസീവ് ആയിരുന്നു. ഇവിടെ പിക്ക് ഓഫ് ദ ബോളർ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് ജഡേജയും 2 നൂർ അഹമ്മദുമാണ്. കാരണം വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പോലും ആ റൺസ് കൊടുക്കാൻ കാണിച്ച ആ ഒരു പിശ് കൊണ്ടല്ലോ, അത് മത്സരത്തിൽ നന്നായിട്ട് ഇമ്പാക്ട് ചെയ്തു. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കുന്നത് 19.3 ഓവറിലാണ്. അതായത് വെറും 3 പന്തുകൾ മാക്കി നിൽക്കുകയാണ് നമ്മുടെ CSK ജയിക്കുന്നത്. അപ്പോൾ 20 റൺസ് കൂടി ഇവർ അധികം അടിച്ചായിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഫലം ചിലപ്പോൾ ഒരുപക്ഷെ മാറി മറിഞ്ഞേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നൂർ അഹമ്മദിന്റെ നല്ല ഇമ്പാക്ട് ഉള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പവർ പ്ലേയിലൊക്കെ ഭയങ്കര മോശം രീതിയിലാണ് ഇതുവരെ ബാറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്കൊരു റിഫ്രഷിംഗ് ചേഞ്ച് കാണാനായി. ഇപ്പം ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവരുടെ ടീമിലേക്ക് നമ്മുടെ ഷെയ്ഖ് റഷീദും ആന്ദ്രെ സിദ്ധാർത്ഥും വന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഷെയ്ഖ് റഷീദിനെ ടീമിലെടുത്തു. പകരം ടീമിൽ നിന്ന് പോയത് ഡെവൻ കോൺവേ അശ്വിനുമാണ്. പകരം നമ്മുടെ ഷെയ്ഖ് റഷീദും ജെയ്മി ഓവർട്ടണും വന്നു. അപ്പോൾ ഷെയ്ഖ് റഷീദ് ഒരു റിഫ്രഷിംഗ് സൈറ്റാണ്. അതായത് നമ്മൾ പഴയ യങ് ഗേക്വാദിനെ കാണുന്ന പോലെ ഒരു റിഫ്രഷിംഗ് സൈറ്റാണ്. നല്ല ഒതന്റിക് ക്രിക്കറ്റ് ഷോട്ട്സ് വെച്ചിട്ട് കുറേ ബൗണ്ടറീസ് പവർ പ്ലേയിൽ തന്നെ എടുക്കാൻ നമ്മുടെ ഷെയ്ഖ് റഷീദിനായി. റഷീദ് 19 ബോളിൽ 27 റൺസാണ് എടുത്തത്, 6 ബൗണ്ടറികൾ അടക്കം. അതൊരു വലിയ ഇന്നിങ്സ് അല്ലെങ്കിൽ കൂടി പവർ പ്ലേയിൽ നല്ലൊരു സ്റ്റാർട്ട് നൽകാൻ ഷെയ്ഖ് റഷീദിനായി. അപ്പോൾ റഷീദ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ രച്ചിൻ രവീന്ദ്രയും അത്യാവശ്യം നല്ല ഡീസൻറ്റ് സ്റ്റാർട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇവർക്ക് പവർ പ്ലേയിൽ 59 റൺസ് എടുത്തു, ഒരു വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു 17 റൺസിന്റെ ഡിഫറൻസ് നമ്മുടെ ഈ ഒരു പവർ പ്ലേയിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സ്പിന്നിനെതിരെ നമ്മുടെ പ്രിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, സ്പിന്നിനെതിരെ CSK നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതൊരു ഐറണിയാണ്. ഇവർ സ്പിൻ ഡോമിനന്റ് സൈഡ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് സ്പിന്നേഴ്സിനെതിരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്നലെയും അത് തന്നെ സംഭവിച്ചു. ദിഗ്വേഷ് ഷെത്തിയും നമ്മുടെ രവി ബിഷ്ണോയും നല്ല ബ്രില്യൻ്റ് ആയിട്ട് CSK മിഡിൽ ഓവേഴ്സിൽ റെസ്ട്രിക്ട് ചെയ്തു. മിഡിൽ ഫേസിൽ അവർ 9 ഓവറിൽ വെറും 52 റൺസ് മാത്രമാണ് ഇവർക്ക് എടുക്കാനായത്. 4 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ആ ഒരു റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 റൺസ് വെച്ച് പോലും, അതായത് റണ്ണേ ബോൾ പോലും ആ ഒരു മിഡിൽ ഫേസിൽ ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ രവി ബിഷ്ണോയ് 3 ഓവറിൽ 18 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. നമ്മുടെ പിന്നെ ദിഗ്വേഷ് ഷെത്തി 4 ഓവറിൽ 23 കൊടുത്ത് 1 വിക്കറ്റ്. അതുപോലെ തന്നെ സ്പിന്നിനെതിരെ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഋഷഭ് പന്ത് എയ്ഡൻ മാർക്കത്തിനെ കൂടെ കൊണ്ടുവന്നു. മാർക്രം 4 ഓവറിൽ 25 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ, 1 വിക്കറ്റും എടുത്തു. അപ്പോൾ ആ ഒരു സ്പിന്ന് കൊണ്ട മിഡിൽ ഫേസിൽ നമ്മുടെ LSG CSK ചോക്ക് ചെയ്തു. ഇവിടെയാണ് ഋഷഭ് പന്തിന്റെ ഒരു അബദ്ധം വരുന്നത്. ഋഷഭ് പന്ത് തന്റെ ബോളേഴ്സിനെ യൂസ് ചെയ്യുന്നതിൽ ചെറിയൊരു വീഴ്ച പറ്റി. കാരണം ബിഷ്ണോയ്ക്ക് 4ാമത്തെ ഓവർ കൊടുത്തില്ല. ഈ 15ാമത്തെ ഓവറിലെ അവസാന പന്തിലാണ് നമ്മുടെ വിജയ് ശങ്കർ പുറത്താവുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ധോണി വരുന്നത്. അപ്പോൾ ധോണി വന്ന സമയത്ത് 16ാമത്തെ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷ്ണോയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആയിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിലും ധോണി സ്പിന്നിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഓവർ ബിഷ്ണോയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് പേസേഴ്സിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മുടെ പന്ത് പോയത് വേറൊരു വഴിയാണ്. പേസേഴ്സിന് കൊടുത്തു. പേസേഴ്സിനെ നമ്മുടെ ധോണി നന്നായിട്ട് തന്നെ കളിച്ചു. ശിവം ദുബെ ആദ്യം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു, റണ്ണേ ബോൾ പോലും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവസാനം വന്നപ്പോൾ ശിവം ദുബെയും കുറച്ച് ഷോട്ട്സ് ഒക്കെ കണക്ട് ചെയ്തു. പിന്നെ ഇവർക്ക് കുറച്ച് എഡ്ജസും ഇവരെ ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ ചെന്നൈയെ. അങ്ങനെ മൾട്ടിപ്പിൾ എഡ്ജസ് ബൗണ്ടറിയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ CSKക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി. ഇവിടെ ഋഷഭ് പന്തിന് സംഭവിച്ചൊരു അബദ്ധമാണ്. നല്ല രീതിയിലാണ് ബിഷ്ണോയ് ബോൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഓവർ ഒരു വിക്കറ്റ് കൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരത്തിന്റെ ഫലം തന്നെ മറ്റൊന്നായനെ. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്കാണ്. പിന്നീട് ഫാസ്റ്റ് ബൗളേഴ്സ് വന്നു, കാര്യമായിട്ടൊന്നും റെസ്ട്രിക്ട് ചെയ്യാനായില്ല. ഇപ്പോൾ 15ാം ഓവറിന് ദിഗ്വേഷ് 2 റൺസാണ് കൊടുത്തത്. അപ്പോൾ 16ാമത്തെ ഓവർ ബിഷ്ണോയോട് ഒന്ന് ടൈറ്റ് ചെയ്താൽ പിന്നെ എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണമായിരുന്നു. അപ്പോൾ 16ാമത്തെ ഓവർ വന്ന് ആവേശ് ഖാനാണ് ആ ഓവറിൽ 12 റൺസ് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ഓവറിലും ഷർദുൽ താക്കൂർ ഒരു 13 റൺസ് കൊടുത്തു. പിന്നെ ഡീസൻ്റ് ആയിട്ട് വന്നത് 18ാമത്തെ ഓവർ മാത്രമാണ്. ആവേശ് ഖാൻ എറിഞ്ഞത് 7 റൺസ് കൊടുത്തത്. പിന്നീട് 19ാമത്തെ ഓവർ വന്നപ്പോഴത്തേന് കൈവിട്ടുപോയി. ആ ഓവറിൽ 19 റൺസാണ് ഷർദുൽ താക്കൂർ വഴങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് പിന്നെ അവസാന ഓവറിൽ റണ്ണേ ബോളിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്കാണ് ഋഷഭ് പന്തിന് സംഭവിച്ചത്. ഇനി ചെന്നൈയുടെ ബാറ്റിംഗ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രിപതി ഫോം ഔട്ട് ആണ്. ഇന്നലെ ഒരു അവസരം കൂടെ കിട്ടി, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജഡേജയും 11 ബോളിൽ 7 സ്ട്രഗ്ലിംഗ് ആയിരുന്നു. വിജയ് ശങ്കറും 8 പന്തിൽ 9
കാര്യമായിട്ട് ഒന്നും ഒരു കോൺട്രിബ്യൂഷനും വന്നില്ല. പിന്നീട് ശിവം ദുബെ 37 പന്ത് 43 നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു, അതായത് മിഡിൽ ഫേസിൽ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അവസാനമാണ് കുറച്ച് പന്തുകൾ നമ്മുടെ ശിവം ദുബെ കണക്ട് ചെയ്തത്. പിന്നെ വണ്ണാനുള്ളി ധോണി 11 പന്തുകളിൽ നിന്ന് 26 റൺസ്, 4 4ഉം 1 6ഉം അടക്കം. ആ ഒരു 6 പോയത് പോലും ധോണി അത് ഡിസീവ് ചെയ്തു. പക്ഷെ ഒരു 100 6, ആ ഒരു പവർ, ധോണിയുടെ പവർ നമ്മൾ കണ്ട ഷോട്ടായിരുന്നു അത്. കാരണം ആ പന്ത് ഡിസീവ് ചെയ്തിട്ട് പോലും ആ പന്ത് ബൗണ്ടറിയിൽ എത്തിക്കാൻ നമ്മുടെ ധോണിക്കായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1-2 എഡ്ജസും ബൗണ്ടറിയിൽ എത്തി. അപ്പോൾ ധോണിയുടെ ആ ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, ആ ഒരു അവസാനം ആ ഒരു 236 സ്ട്രൈക്ക് റേറ്റിൽ വന്ന ഒരു ഇന്നിങ്സ് ആണ് മത്സരം CSKയുടെ വഴിയിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ മത്സരം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ CSKക്ക് തീർച്ചയായിട്ടും കുറച്ച് കോൺഫിഡൻസ് തരുന്ന ഒരു വിജയമാണ്. കാരണം തുടർച്ചയായിട്ട് 5 പരാജയങ്ങൾക്ക് ശേഷം ആ ഒരു ലോസിന്റെ ആ ഒരു സീരീസ് അവർക്ക് കട്ട് ചെയ്യാനായി. അങ്ങനെ അവർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി. പക്ഷെ എല്ലാ ക്വസ്റ്റിനും അവർ ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവരുടെ ഇപ്പം പോസിറ്റീവായിട്ട് പറയാവുന്നത് ബോളിംഗ് പവർ പ്ലേയും ബാറ്റിംഗ് പവർ പ്ലേയും ആണ്. അപ്പം ബാറ്റിംഗ് പവർ പ്ലേയിൽ അത്യാവശ്യം റൺസ് കണ്ടെത്താനായി, ബോളിംഗ് പവർ പ്ലേ വന്നപ്പോൾ എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാനായി. പിന്നെ ഫീൽഡിംഗും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഓവേഴ്സിൽ ഇന്നലെയും സ്ട്രഗിൾ ചെയ്തു. അതായത് ഒരു പരിധി വരെ അവർ ചോക്ക് ചെയ്തു. അവസാനം ധോണിയുടെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ അവർ ഈ മത്സരം തോറ്റേനെ. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ അവർ സ്പിന്നെതിരെ നന്നായിട്ട് ചോക്ക് ചെയ്തു. റണ്ണേ ബോൾ പോലും റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഇനി അവർക്കൊരു കോഴ്സ് കറക്ഷൻ വരേണ്ടത് ആ ഒരു മിഡിൽ ഓവർ ബാറ്റിങ്ങിലാണ്. അപ്പോൾ അതുകൂടി അവർ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും മുന്നോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അവർക്ക് 7 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അതിലൊരു 6 എണ്ണമെങ്കിലും ജയിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്കോർ, ബോളിംഗ് അത്യാവശ്യം നന്നായിട്ട് ഡീസന്റ് ആയിട്ട് LSGയെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് ഈ മത്സരം അവർക്ക് വിജയിക്കാനായത്. അല്ലെങ്കിൽ ഈ മിഡിൽ ഓവേഴ്സിൽ ഇവർ ചോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ മത്സരവും എതിരാളികളുടെ വഴിയിൽ തന്നെ പോയേനെ. പക്ഷേ എന്തായാലും തുടക്കത്തിൽ ആ ഒരു പവർ പ്ലേയിൽ ഒരു ഡീസന്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ധോണിയുടെ ഇന്നിങ്സും ഒരു ഡിഫറൻസ് ആയി. ശിവം ദുബെ അത്യാവശ്യം നല്ല പിന്തുണ കൊടുത്തു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടില്ല, എന്നാൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അത് CSKക്ക് ഒരു ഹോപ്പ് നൽകുന്നുണ്ട്. ഇനി LSGയുടെ കാര്യത്തിലേക്ക് വന്നാൽ LSGയുടെ 3ാമത്തെ തോൽവിയാണിത്. ഇവിടെ ഒരു ഋഷഭ് പന്തിന് വന്നൊരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞതാണ്. പിന്നീട് ഇവരുടെ സ്പിന്നേഴ്സ് നല്ല ഫോമിലാണ്. ബാറ്റേഴ്സ് ഓഫ് കോഴ്സ് ഈ ഒരു ലോങ് ടൂർണമെന്റ് ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നിക്കോളാസ് പുറാന്റെ വിക്കറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയത്. കാരണം വെറും 8 റൺസ് മാത്രമാണ് നിക്കോളാസ് പുറാൻ എടുത്തത്. പുള്ളി ഒരു 20 ബോളിലൂടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരത്തിന്റെ ഫലം തന്നെ മറ്റൊന്നായനെ. ഇവർക്ക് കാര്യമായിട്ട് ആശങ്കപ്പെടാനൊന്നുമില്ല. കുറച്ച് ടഫ് പിച്ച് ആയിരുന്നു. അത് മാത്രമല്ല CSK നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു ആ ഒരു പ്രത്യേകിച്ച് പവർ പ്ലേയിലൊക്കെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അവർ ഈ ഒരു ചെറിയ സ്കോറിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അടുത്ത മത്സരത്തിൽ ഈ ഒരു മത്സരം മറന്ന് മുൻ മത്സരങ്ങളിലെ പോലെ മികച്ച രീതിയിൽ ബാറ്റ് വീശാനായിരിക്കും നമ്മുടെ LSG ശ്രമിക്കുക. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.